ചന്ദന്റെ കുർക്കുറെ മോമോസിന്റെ ഉന്തുവണ്ടി നന്നായി പോവുകയായിരുന്നു. വൈകുന്നേരം 6 മണിയാകുമ്പോ അവന്റെ കടയിൽ നല്ല തിരക്കാണ്. ചന്ദൻ നല്ല കഷ്ടപ്പെട്ട് കുർക്കുറെ മോമോ ഉണ്ടാക്കും, ഉപഭോക്താക്കൾക്ക് കൊടുക്കും. ചന്ദന്റെ ഒരു സുവിശേഷതയുണ്ട്. അവൻ കുർക്കുറെ മോമോസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും. അവന്റെ ഈ സുവിശേഷതയാണ് എല്ലാവർക്കും ഇഷ്ടം. ചന്ദന്റെ കുർക്കുറെ മോമോസ് അത്രയും പ്രശസ്തമായി അവൻ ഓഫ്ലൈൻ മാത്രമല്ല ഓർഡർ, ഇപ്പോ ഓൺലൈനും കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചന്ദൻ ചേട്ടാ, ഒരു പ്ലേറ്റ് കുർക്കുറെ മൊമോസ് വേണം. ഇപ്പൊ തരാം. താങ്കൾക്ക് എത്ര വേണ്ടത്? ഒരു 3 പ്ലേറ്റ് മൊമോസ് വേണം. ഹാഫ് പ്ലേറ്റിൽ എത്ര മൊമോസാ? ഹാഫ് പ്ലേറ്റിൽ 4, പിന്നെ ഫുൾ പ്ലേറ്റിൽ 6. ഒരു കാര്യം ചെയ്യേ, ഫുൾ പ്ലേറ്റ് ഒരു 3 പ്ലേറ്റ് എടുത്തോ. ചന്ദൻ എന്നും ഇതുപോലെ കഷ്ടപ്പെട്ട് മോമോ ഉണ്ടാക്കും. നല്ല വരുമാനവും അവന് വന്നു തുടങ്ങിയിട്ടുണ്ട്. ചന്ദൻ എന്നും രാവിലെ കുർക്കുറെ മോമോ ഉണ്ടാക്കേണ്ട സാധനങ്ങൾ വാങ്ങാൻ ചന്തയിൽ പോകുമായിരുന്നു. മോമോസ് ഉണ്ടാക്കാൻ പച്ചക്കറി, എണ്ണ, അതിന്റെ മസാല എല്ലാം അവൻ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് മാത്രം വാങ്ങിച്ചുകൊണ്ട് വരുമായിരുന്നു. ഒരു ദിവസം ചന്ദന്റെ കടയിൽ ഒരു ചെറുക്കൻ വന്നു. അവൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. ചേട്ടാ, എനിക്കൊരു ജോലി തരുമോ? എനിക്ക് വയ്യാത്ത ആളാ. എനിക്ക് പൈസയുടെ ഒരുപാട് ആവശ്യമുണ്ട്. പട്ടണത്തിൽ ഞാൻ ആദ്യമായിട്ടാ. ഒരുപാട് പേരോട് ജോലി ചോദിച്ചു, പക്ഷെ ആരും എനിക്ക് ജോലി തന്നില്ല. ഇവിടെയുള്ള ആളുകൾ പറഞ്ഞു ചേട്ടനോട് ചോദിക്കാൻ. ഞാൻ ആത്മാർത്ഥമായി ജോലി ചെയ്തോളാം. ഇവിടെ ജോലി തന്നാൽ എനിക്ക് 2 നേരത്തെ ഭക്ഷണമെങ്കിലും കഴിക്കാം. പിന്നെ എൻ്റെ മുത്തശ്ശിക്ക് വിശന്നിരിക്കേണ്ടി വരില്ല. കീറിയ ഉടുപ്പൊക്കെ ഇട്ട് ആ പയ്യൻ നിക്കണ കണ്ടപ്പോ ചന്ദനും വിഷമായി. ചന്ദൻ അല്ലെങ്കിലും ഒരാളെ തപ്പി നടക്കുകയായിരുന്നു അവനെ നല്ല രീതിയിൽ സഹായിക്കാൻ. ശരി, നീ ഇവിടെ ജോലി ചെയ്തോളൂ. പക്ഷേ ജോലി നല്ല ആത്മാർത്ഥമായി ചെയ്യണം. നീ ചെയ്യുന്ന ഒരു തെറ്റുകൊണ്ട് എന്റെ സ്ഥാപനത്തിന്റെ പേര് കളയരുത്. ഒരിക്കലും ഇല്ല ചേട്ടാ, അങ്ങനെ ഒരിക്കലും ഉണ്ടാകില്ല. ഞാൻ ആത്മാർത്ഥമായി തന്നെ ചെയ്യും. ചന്ദൻ രഘു എന്ന പേരുള്ള ആ പയ്യന് അവിടെ ജോലി കൊടുക്കും. രഘു അവിടെ വന്നതിന് ശേഷം ചന്ദന് ഭയങ്കര ആശ്വാസമായി. ചന്ദൻ ചന്തയിൽ പോകുമ്പോ രഘുവിനെയും കൂടെ കൂട്ടും. പതുക്കെ പതുക്കെ ചന്ദന്റെ കൂടെ നിന്ന് രഘുവും എല്ലാ പണിയും പഠിക്കും. കൊള്ളാലോ രഘു, നീ ഇപ്പോൾ നന്നായി മൊമോസ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. നീ ഒരു മാസ്റ്ററായി. ചേട്ടാ, ചേട്ടനല്ലേ എന്നെ ഇത് പഠിപ്പിച്ചത്. ചേട്ടൻ എന്നെ അന്ന് സഹായിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ അമ്മയും കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വന്നേനെ. രഘു, നീ നന്നായി കഷ്ടപ്പെട്ടു, ആത്മാർത്ഥമായി ജോലി ചെയ്തു. അങ്ങനെയുള്ളവരെ ദൈവം സഹായിക്കും. ഈ സത്യസന്ധത നീ തുടർന്നാൽ നിനക്ക് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകും. പെട്ടെന്ന് എല്ലാ മൊമോസും പ്ലേറ്റിലാക്കി വെക്ക്. സമയം കളയണ്ട. നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നിന്നാൽ രാത്രിയായാലും പോകാൻ പറ്റില്ല. ചേട്ടാ, അതെങ്ങനെ സംഭവിക്കാനാ? എന്താണേലും എല്ലാവരും എല്ലാ ദിവസവും ഇവിടുന്ന് മൊമോസ് കഴിക്കാൻ വരും. ഇതാ ചേട്ടാ, 2 ഫുൾ പ്ലേറ്റ്. നമസ്കാരം ചന്ദൻ ചേട്ടാ, എന്നാ ഉണ്ട്? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്റെ കടയുടെ അടുത്ത് പോലും വരരുന്ന്? പിന്നെന്താ ഇവിടെ? അത് ശരി. പുതിയ ആളെ ജോലിക്ക് നിർത്തിയോ? പറഞ്ഞത് ശരിയാ. എന്നെ നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടതാ. ഞാനതിനൊരു തെറ്റും ചെയ്തില്ലല്ലോ. നീ കുർക്കുറെ മൊമോസ് ഉണ്ടാക്കാൻ വേണ്ടി പഴയ പനീറല്ലേ ഉപയോഗിച്ചത്? നീ കാരണം എന്റെ എത്ര കസ്റ്റമേഴ്സ് പോയി. കള്ളന്മാർക്ക് ഇവിടെ ജോലി കൊടുക്കാൻ പറ്റില്ല. ഞാൻ ചെയ്തത് ശരിയാ. ജോലി നടക്കുക, ശല്യം ചെയ്യരുത്. ഒരു കാര്യം ചെയ്, 1 പ്ലേറ്റ് കുർക്കുറെ മൊമോസ് താ. പൈസ തരാം. വെറുതെ ഒന്നും എനിക്ക് വേണ്ട. രഘു, 1 പ്ലേറ്റ് കുർക്കുറെ മൊമോസ് ഇവന് കൊടുക്ക്. കഴിച്ചിട്ട് പോട്ടെ. ആ ചെറുക്കന്റെ പേര് രമേശായിരുന്നു. അവൻ ആളത്ര ശരിയല്ല. കുറച്ചുനാള് മുമ്പ് ചന്ദന്റെ കൂടെ ജോലി ചെയ്തിരുന്നു. അവൻ തെറ്റായ സാധനങ്ങളൊക്കെ അവന്റെ മോമോസിലിട്ടിട്ട് മോമോസിന്റെ സ്വാദ് മുഴുവൻ കളഞ്ഞ് അങ്ങനെ ചന്ദൻ അവനെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു. അത് കാരണം അവന്റെ ഉപഭോക്താക്കൾ പോയിരുന്നു. ചന്ദൻ വീണ്ടും കഷ്ടപ്പെട്ട് തന്നെയാണ് കുർക്കുറെ മോമോസ് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പൊ അവന്റെ ജോലി നന്നായി പോവുന്നു. കാരണം ഇപ്പൊ അവന്റെ കൂട്ടത്തിൽ രമേശ് എന്ന് പറഞ്ഞ ജോലിക്കാരനില്ല. രമേശ് കുർക്കുറെ മോമോസ് കഴിച്ച് അവിടെ നിന്ന് പോകും. അടുത്ത ദിവസം രാവിലെ ചന്ദൻ ഇച്ചിരി വൈകിയാണ് വന്നത്. ആ സമയം കൊണ്ട് രഘു എല്ലാം സെറ്റാക്കി വെച്ചിരുന്നു. നാട്ടിൽ നമ്മാവൻ വന്നിരുന്നു. ആ തിരക്ക് കാരണം താമസിച്ചു. നീ എല്ലാം തയ്യാറാക്കിയിട്ടില്ലേ? ചേട്ടാ, ഞാൻ മൊമോസ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ചേട്ടൻ വരാൻ കാത്തിരിക്കുകയായിരുന്നു. ചേട്ടാ, രാവിലത്തെ കച്ചവടത്തിന്റെ കാശാ. ഇത് പിടിച്ചോ. ഇതാ. ശരി, തരൂ. ചന്ദൻ ചേട്ടാ, 2 പ്ലേറ്റ് കുർക്കുറെ മൊമോസ്. ഇപ്പൊ തരാം. അപ്പോ ഉപഭോക്താവ് കഴിച്ചിട്ട് നേരെ ചന്ദനോട് ദേഷ്യപ്പെടും. എന്നാ പറ്റി ചന്ദൻ ചേട്ടാ? മൊമോസ് ഉണ്ടാക്കാൻ മറന്നുപോയോ നിങ്ങള്? എന്ത് സ്വാദാ ഇത്? വല്ലാത്ത ചൊവ്വ. ചൊവ്വയോ? അതെങ്ങനെ സംഭവിച്ചു? ഞാൻ നോക്കാം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ചന്ദൻ മോമോസ് കഴിച്ചപ്പോ തന്നെ തുപ്പിക്കളഞ്ഞു. മോമോസ് ശരിക്കും കയ്പുള്ളതായിരുന്നു. എല്ലാ കസ്റ്റമേഴ്സും ദേഷ്യപ്പെട്ട് അവിടുന്ന് പോയി. ആ ദിവസം ചന്ദന് നഷ്ടമായിരുന്നു. രഘു, ഇന്ന് നീയല്ലേ മൊമോസ് ഉണ്ടാക്കിയത്? പിന്നെന്താ ഇങ്ങനെ? എനിക്ക് മനസ്സിലാവുന്നില്ല. ദയവ് ചെയ്ത് എന്നോട് കള്ളം പറയരുത്, സത്യം പറയണം. എന്താ സംഭവിച്ചത്?
ചന്ദൻ ചേട്ടാ എന്നെ വിശ്വസിക്കണം. ചേട്ടൻ പഠിപ്പിച്ച പോലെ തന്നെയാ ഞാൻ മൊമോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നന്നായിട്ട് തന്നെയാ ഇത് ഉണ്ടാക്കുന്നേ. പക്ഷെ ഒരു മിനിറ്റ് ചന്ദൻ ചേട്ടാ, ഞാൻ മൊമോസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ രമേശ് വന്നിരുന്നു ഇവിടെ. അവൻ്റെ കയ്യിൽ എന്തോ ഒരു ജ്യൂസ് ഉണ്ടായിരുന്നു. എന്നോട് ചോദിച്ചു മൊമോസ് ഉണ്ടാക്കാൻ എത്ര നേരം എടുക്കുമെന്ന്. ഞാൻ പറഞ്ഞു കുറച്ച് സമയം എടുക്കുമെന്ന്. അവനത് ഇഷ്ടപ്പെട്ടില്ല. അവനായിരിക്കും മിക്കവാറും ഇതിലേക്ക് എന്തെങ്കിലും ഒഴിച്ചിട്ടുണ്ടാവും, ഉറപ്പാ. അവൻ തന്നെയായിരിക്കും അത് ചെയ്തത്. അവൻ എൻ്റെ മുമ്പ് വെച്ച് ജ്യൂസ് കുടിച്ചില്ല. ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കണം ചേട്ടാ, എനിക്ക് അവനെയാണ് സംശയം. അവൻ അത്രയ്ക്കായോ? അവനെ ഒരു പാഠം പഠിപ്പിക്കണം. അവനെ വെറുതെ വിടില്ല. നല്ല ശിക്ഷ വാങ്ങിക്കൊടുക്കും. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോവാ. രമേശെ, നീയും വന്നിട്ട് ഉള്ള കാര്യങ്ങൾ നീ പറയണം. ചേട്ടാ, ചേട്ടനോട് ഞാനും കൂടെ വരാം. ചന്ദൻ രഘുവിനെയും കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷൻ പോയിട്ട് രമേശിനെതിരെ ഒരു കേസ് കൊടുക്കും. പോലീസിനെ പേടിച്ച് രമേശ് എല്ലാ സത്യങ്ങളും പറയും. അവനാണ് മോമോസിന്റെ മസാലയില് പാവയ്ക്കയുടെ ജ്യൂസ് ഇട്ടത്. ചന്ദൻ ചേട്ടാ, ഒരു കാര്യം, ഞാനല്ലായിരുന്നു ആ മൊമോസ് ഉണ്ടാക്കിയത്. ചേട്ടൻ എന്നോട് ഒരു ദേഷ്യം ഉണ്ടായിട്ടില്ലേ? അത് എന്തുകൊണ്ടാ ചേട്ടാ അങ്ങനെ? അതെന്താന്ന് വെച്ചാൽ കള്ളന്മാരെ നമുക്ക് മുഖം കണ്ടാൽ മനസ്സിലാകും. ഇത്രയും നാളായില്ലേ നിന്നെ കാണുന്നു. കച്ചവടം നടക്കുന്ന കാശ് മുഴുവൻ നീ കൃത്യമായി എന്നെ ഏൽപ്പിക്കും. അതിലെനിക്ക് നിന്നെ ഒരുപാട് വിശ്വാസമുണ്ട്. നീ വിശ്വസ്തനാണെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നിന്നെ എനിക്ക് പ്രത്യേക വിശ്വാസം. നീ വിഷമിക്കണ്ട. രമേശിന് ശിക്ഷ കിട്ടിയിട്ടുണ്ട്. 2-3 ദിവസം ജയിലിൽ കിടക്കട്ടെ, അപ്പോൾ പഠിച്ചോളൂ അവൻ. രഘു ചന്ദന്റെ കൂടെ തിരിച്ചങ്ങ് പോകും. കസ്റ്റമേഴ്സിനും കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ ചന്ദന്റെ കുർക്കുറെ മോമോസിന്റെ അവിടെ നല്ല തിരക്ക് ആയി. എന്ത് പഴയ പോലത്തെ തിരക്ക്. മഹേഷ് കുടുംബത്തോടൊപ്പം ചെറിയ ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. അവന്റെ വീട്ടിൽ ഭാര്യയും 2 കുട്ടികളും ഉണ്ടായിരുന്നു. മുട്ട സപ്ലൈ ചെയ്യുന്ന ജോലിയായിരുന്നു അവന്. സ്വഭാവം കൊണ്ട് തന്ത്രശാലിയും ദേഷ്യക്കാരനുമായിരുന്നു അയാൾ. റീന അയാളുടെ സ്വഭാവത്തിൽ വളരെയധികം വിഷമിച്ചിരുന്നു. കുട്ടികൾ അമ്മയും അച്ഛനും വന്നതിനു ശേഷം വളരെ പേടിച്ചാണ് ഇരിക്കാറുള്ളത്. ഇതെന്താണ് കഴിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്നത്? എപ്പോഴും ഒരു പരിപ്പ് കറി ഉണ്ടാക്കി വെക്കും. നിങ്ങൾ വീട്ടിൽ തരുന്ന പൈസ കൊണ്ട് പരിപ്പേ വാങ്ങിക്കാൻ കഴിയുകയുള്ളൂ. മലക്കറിയൊക്കെ ഇപ്പൊ എന്ത് വിലയാണെന്നറിയാമോ? എനിക്ക് വേണ്ട പരിപ്പ് കറിയൊന്നും, എനിക്ക് ഓംലേറ്റ് ഉണ്ടാക്കിത്താ. റീന വഴക്കുണ്ടാക്കുന്നത് ശരിയല്ല എന്ന് വിചാരിച്ച് അടുക്കളയിൽ പോയി ഓംലെറ്റ് ഉണ്ടാക്കിക്കൊണ്ടുവന്നു. കുട്ടികൾക്ക് വേണ്ടിയും ഓംലെറ്റ് ഉണ്ടാക്കി. അമ്മേ, നിങ്ങളെക്കാൾ നല്ല ഓംലേറ്റ് ആരും ഉണ്ടാക്കില്ല. സത്യമായിട്ടും അമ്മേ, ആർക്കും ഇങ്ങനെ ഉണ്ടാക്കാനേ കഴിയില്ല. എന്ത് ടേസ്റ്റിയാണിത്. മതി മതി, പറഞ്ഞു പറഞ്ഞു നിന്റെ അമ്മയെ തലയെ കയറ്റി വയ്ക്കണ്ട. റീന എന്ത് ചെയ്താലും മഹേഷിന് അത് ഇഷ്ടപ്പെടാറില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട് എപ്പോഴും വഴക്കുണ്ടാക്കുമായിരുന്നു. ഒരു ദിവസം കുട്ടികൾ സ്കൂളിൽ നിന്ന് വൈകുന്നേരം വന്നപ്പോൾ ഒരാൾ റീനയുടെ അടുത്തേക്ക് ഓടിവന്നു. ചേട്ടത്തി, മഹേഷ് കടയിൽ നിന്ന് പൈസ മോഷ്ടിച്ച് കടന്നു കളഞ്ഞു. മുതലാളിയിൽ നിന്ന് കടവും വാങ്ങിയിട്ടുണ്ട്. എന്താണീ പറയുന്നത് സഹോദരാ? എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല. പിന്നെ കടം എന്തിനാ എടുത്തത്? നമുക്ക് കടമെടുക്കേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. ഞാനിത് നിങ്ങളോട് പറയാനാ ഇവിടെ വന്നത്. കുറച്ചു സമയത്തിനകം ഇവിടെ പോലീസ് വരും ചോദ്യം ചെയ്യാനായിട്ട്. എന്റെ ദൈവമേ, ഇതെന്താണ് സംഭവിച്ചത്? എനിക്കൊന്നും അറിയില്ല. ഞാൻ എന്തു പറയും? ആ മനുഷ്യൻ എന്നോട് ഒരു കാര്യവും പറഞ്ഞിട്ടുമില്ല. കുറച്ചു സമയത്തിനു ശേഷം അവിടെ പോലീസ് എത്തി. റീനയെയും കുട്ടികളെയും ചോദ്യം ചെയ്തു. അപ്പോൾ ഇവർക്കൊന്നും അറിയില്ലെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ മഹേഷ് വീട്ടിൽ വരികയാണെങ്കിൽ അവരെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടു പോയി. പോലീസ് പോയതിനു ശേഷം റീന തലയിൽ കൈവച്ച് ഇരിപ്പു തുടങ്ങി. 2 കുട്ടികളും അവളുടെ അടുത്തു വന്നിരുന്ന് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അമ്മ എന്തിനാണ് ഇത്ര വിഷമിക്കുന്നത്? നമുക്കറിയാലോ അച്ഛൻ എങ്ങനെയാണെന്ന്. നമ്മളുണ്ടല്ലോ അമ്മേ, എല്ലാം നമുക്ക് ഒരുമിച്ച് നേരിടാം. കരഞ്ഞുകൊണ്ട് റീന കുട്ടികളെ കെട്ടിപ്പിടിച്ചു. അവളുടെ മുന്നോട്ടുള്ള ജീവിതം ഇരുട്ടിലായിരുന്നു. എവിടെയെങ്കിലും ജോലിക്ക് പോകാൻ അവൾക്ക് വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്ത് ജോലി ചെയ്യും? അവൾക്കൊന്നും ചിന്തിക്കാനേ കഴിഞ്ഞില്ല. അവൾക്ക് ഇപ്പോഴും മഹേഷ് തന്നെ പറ്റിച്ചിട്ട് പോയതിന്റെ വിഷമവും മാറിയിരുന്നില്ല. 2-4 ദിവസം ഇതുപോലെ അങ്ങ് പോയി. ഒന്നും സംഭവിച്ചില്ല. ഒടുവിൽ റീനയ്ക്ക് ജോലി അന്വേഷിച്ച് പോകേണ്ടി വന്നു. പക്ഷെ അവൾക്ക് അറിയാൻ വയ്യ എന്ത് ജോലി ചെയ്യണമെന്ന്. വൈകുന്നേരം കുട്ടികളോടൊപ്പം ഇരുന്നപ്പോൾ, അമ്മേ, എനിക്ക് വിശക്കുന്നു. എനിക്കൊരു ഓംലേറ്റ് ഉണ്ടാക്കി തരുമോ? അതിനോടൊപ്പം റൊട്ടി കഴിക്കാം. പെട്ടെന്ന് അവൾ കുട്ടികൾക്ക് ഭക്ഷണമുണ്ടാക്കിക്കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ട് ഓംലെറ്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എടുത്തുവച്ചു. പിറ്റേ ദിവസം രാവിലെ കുട്ടികൾ സ്കൂളിൽ പോയതിനു ശേഷം മുഴുവൻ സാധനങ്ങളും മുട്ടയുടെ 2 ട്രേയും 2 ബ്രെഡ് പാക്കറ്റും എടുത്ത് ചന്തയിൽ ഒരു ചെറിയ കട തുടങ്ങി. അവൾ ആദ്യമായാണ് ഇതുപോലുള്ള ജോലികൾ ചെയ്യുന്നത്. അതുകൊണ്ട് അവളുടെ മുഖത്തൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ 2 മുട്ടയുടെ ഓംലേറ്റ് ഉണ്ടാക്കി തരൂ. നല്ല എരിവ് വേണം. 2 ബ്രെഡും വയ്ക്കുക കേട്ടോ. ശരി, ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിത്തരാം. റീന പെട്ടെന്ന് തവ ചൂടാക്കി അതിൽ വെച്ച് ഓംലെറ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. ഓംലെറ്റ് ഉണ്ടാക്കിയതിനു ശേഷം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചട്നിയോടൊപ്പം അയാൾക്ക് കഴിക്കാനായി കൊടുത്തു. ഹേയ്,
ഞാൻ എത്ര സ്ഥലത്ത് നിന്ന് ഓംലേറ്റ് കഴിച്ചിട്ടുണ്ട്. ഇത്ര ടേസ്റ്റി ഓംലേറ്റ് ഞാൻ ഇന്ന് വരെ കഴിച്ചിട്ടില്ല. ആഹാ, ചട്നിയും കൂടി അതിന്റെ രുചി ഇരട്ടിയാക്കി. സൂപ്പർ ഓംലേറ്റ്, ഉണ്ടാക്കുന്നതും സൂപ്പർ. റീന അയാളോട് നന്ദി പറഞ്ഞു. അപ്പോൾ വേറൊരാൾ തന്റെ മകനോടൊപ്പം അവിടെ വന്നു. 2 പ്ലേറ്റ് ഓംലേറ്റ് തരൂ. ഒന്നിൽ കുറച്ച് എരിവ് മതി കേട്ടോ, മനസ്സിലായല്ലോ. കഴിച്ചതിനു ശേഷം അയാളും ഓംലെറ്റിനെ പറ്റി പുകഴ്ത്തി പറഞ്ഞു. ഞാൻ ഇതുവരെയും ഇത്ര രുചിയുള്ള ഓംലേറ്റ് കഴിച്ചിട്ടില്ല. മുളകും മസാലയും എല്ലാം കറക്റ്റായിരുന്നു, പറയാനേ വയ്യ. സൂപ്പറായിരുന്നു. ഇത് കേട്ടിട്ട് റീനയുടെ മനസ്സിൽ കുറച്ച് ആത്മവിശ്വാസം ഉണ്ടായി. വൈകുന്നേരം വരെ ഒരുപാട് ഓംലെറ്റ് വിറ്റതിനു ശേഷം വീട്ടിലേക്ക് തിരിച്ചു വന്നു. കുട്ടികൾ വീട്ടിൽ അവളെ പ്രതീക്ഷിച്ചു നിൽക്കുകയായിരുന്നു. ആദ്യമായി കുട്ടികൾ അവളെ ജോലിക്ക് പോയിട്ട് വന്നത് കണ്ടിട്ട് ഓടിപ്പോയി വെള്ളവും ചായയും ഒക്കെ എടുത്തോണ്ട് വന്നു. അമ്മേ, നിങ്ങൾ എത്ര നല്ലതാണ്. നമ്മളെപ്പറ്റി എത്ര നല്ല ചിന്തയുണ്ട്. അച്ഛൻ ഒരിക്കൽ പോലും നമ്മളെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. നമ്മളെ ഈ അവസ്ഥയിൽ തള്ളിയിട്ടിട്ട് പൊക്കളഞ്ഞു. മതി എന്റെ കുട്ടികളെ, പഴയ കാര്യങ്ങളൊക്കെ മറക്കൂ. മുന്നിലേക്ക് നമ്മുടെ ഭാവിയെപ്പറ്റി ചിന്തിക്കൂ. നമുക്ക് 3 പേർക്കും ചേർന്ന് നമ്മുടെ ഈ കാലം നല്ലതാക്കാം. അതിലൂടെ നമ്മുടെ ഭാവിയും സുരക്ഷിതമാക്കാം. അമ്മേ, ഞങ്ങളും നാളെ മുതൽ വൈകുന്നേരം വന്നിട്ട് അമ്മയെ സഹായിക്കാം. അതെ അമ്മേ, ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് പെട്ടെന്ന് ജോലിയൊക്കെ തീർത്ത് വൈകുന്നേരം അമ്മയെ സഹായിക്കാനായി വരാം. അമ്മയും മക്കളും 3 പേരും കൂടി പിറ്റേന്ന് മുതൽ ജോലികൾ നല്ലതുപോലെ ആരംഭിച്ചു. വൈകുന്നേരം റീനയ്ക്ക് ഓംലെറ്റ് വാങ്ങാൻ വരുന്നവരുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. അമിതും രാഹുലും ആളുകൾക്ക് ഓംലെറ്റ് സെർവ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഓംലെറ്റ് മാത്രമല്ല, അവിച്ച മുട്ട, മസാല മുട്ട, മസാല ഓംലെറ്റ്, ബട്ടർ ഓംലെറ്റ്, പിന്നെ മുട്ട മാഗിയും ഉണ്ടാക്കാൻ തുടങ്ങി. റീനയുടെ അടുത്ത് പലതരത്തിലുള്ള ആൾക്കാർ വാങ്ങാനായി വന്നു. കുട്ടികൾക്ക് മുട്ട മാഗി വളരെ ഇഷ്ടമായിരുന്നു. അമ്മയും മക്കളും നല്ലതുപോലെ അധ്വാനിക്കാൻ തുടങ്ങി. നോക്കി നിൽക്കെ അവരുടെ കട നല്ല രീതിയിൽ മുന്നോട്ടു പോകാൻ തുടങ്ങി. നല്ല വരുമാനവും ഉണ്ടായി. രാഹുലും അമിതും രാവിലെ മനസ്സിരുത്തി പഠിച്ചിട്ട് വൈകുന്നേരം അമ്മയെ സഹായിക്കാൻ പോകുമായിരുന്നു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഇനി മതിയമ്മേ, കുറച്ചു നാളത്തെ കാര്യം കൂടിയല്ലേ ഉള്ളൂ. നമ്മൾ പഠിത്തം പൂർത്തിയാക്കി എവിടെയെങ്കിലും ഒരു ജോലി വാങ്ങാം. സഹോദര, ഞാൻ ജോലിക്ക് പോകുന്നില്ല. ഞാൻ അമ്മയുടെ ജോലി മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം. ഞാൻ പറഞ്ഞില്ലേ, അമ്മയേക്കാൾ നല്ല ഓംലെറ്റ് ആരുണ്ടാക്കില്ലെന്ന്. നോക്കൂ, അമ്മ ഉണ്ടാക്കിയ ഓംലെറ്റ് എത്ര ഫേമസ് ആണെന്ന്. എന്റെ കുട്ടികളെ, എനിക്കറിയാം നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനമായി പരിശ്രമിക്കുന്നുണ്ടെന്ന്. നോക്കിക്കോ, ഒരിക്കൽ ഭഗവാൻ നിങ്ങളുടെ പരിശ്രമത്തിന് ഉറപ്പായും ഫലം നൽകും. പതുക്കെ പതുക്കെ സമയം പോയിക്കൊണ്ടേയിരുന്നു. റീനയുടെ 2 കുട്ടികളും ഇപ്പോൾ പഠിത്തം പൂർത്തിയാക്കി. അവർ അമ്മയെ സഹായിച്ചുകൊണ്ട് തുടർന്ന് പോയിക്കൊണ്ടിരുന്നു. രാഹുൽ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു പഠിത്തം പൂർത്തിയാകുമ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയ കട തുറക്കണമെന്ന്. അമ്മേ, നമുക്കിനി എന്തുകൊണ്ട് എല്ലാവരും ചേർന്ന് ഒരു കടയെടുത്തുകൂടാ? നിങ്ങളുടെ ഓംലെറ്റ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. മഴക്കാലവും വരുന്നു. മഴ കാരണം എത്രയോ നാൾ കടമടയ്ക്കാൻ പോലും കഴിയാതായിരുന്നില്ലേ നമ്മൾ? ഇക്കാര്യം നീ പറഞ്ഞത് ശരിയാണ്. മഴക്കാലത്ത് നമ്മൾ ഒരു വരുമാനവും ഇല്ലാതെയാണ് കടന്നുപോയത്. അമ്മേ, രാഹുൽ പറഞ്ഞത് ശരിയാണ്. നാളെ ഞാനും അവനും ചേർന്ന് ഒരു കട നോക്കി വയ്ക്കാം. അങ്ങനെ അവിടെ അടുത്തുള്ള ആൾക്കാരും അറിയട്ടെ നമുക്കൊരു കട കൂടിയുണ്ടെന്ന്. എനിക്കറിയാം, എന്റെ 2 കുട്ടികളും നല്ല അറിവുള്ളവരാണ്. നിങ്ങളെടുക്കുന്ന തീരുമാനം ശരിയായതായിരിക്കും. പിറ്റേ ദിവസം 2 സഹോദരന്മാരും ഒരു കട കണ്ടുപിടിച്ചു. വാടക കൊടുത്ത ശേഷം അവർ അമ്മയോടൊപ്പം അവിടെ ജോലി തുടങ്ങി. ഇപ്പോൾ റീനയുടെ കൈകൊണ്ടുള്ള ഓംലെറ്റ് ആളുകൾക്ക് വളരെ ഇഷ്ടമായി. അതുകൊണ്ട് ആൾക്കാർ ദൂരെ ദൂരെ നിന്നുപോലും അവിടെ കഴിക്കാൻ വരുമായിരുന്നു. അവിടെ അടുത്ത് കുട്ടികൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ടായിരുന്നു. അവിടെ വരുന്ന കുട്ടികൾ നേരെ റീനയുടെ കടയിൽ വന്നിരിക്കുമായിരുന്നു. രാഹുലും അമിതും ഇപ്പോഴും അമ്മയെ സഹായിക്കുന്നുണ്ട്. ആന്റി, നിങ്ങളുടെ കൈകൊണ്ട് നല്ല എരിവുള്ള ഓംലെറ്റ് ഉണ്ടാക്കിത്തരൂ. എനിക്ക് വേണ്ടി മുട്ട മാഗി ഉണ്ടാക്കിത്തരൂ. നീ എപ്പോഴെങ്കിലും ആന്റിയുടെ കൈകൊണ്ടുണ്ടാക്കിയ മുട്ട മാഗി കഴിച്ചിട്ടുണ്ടോ? എന്ത് രസമാണെന്നു! നല്ല ടേസ്റ്റാണ് കേട്ടോ. വീട്ടിൽ ഞാൻ ഒരുപാട് തവണ ട്രൈ ചെയ്തു നോക്കി. പക്ഷെ ആന്റിയുടെ കൈകൊണ്ടുണ്ടാക്കുന്ന പോലത്തെ രുചി കിട്ടിയില്ല. ഇപ്പോൾ ഞാൻ കൂടുതൽ ചിന്തിക്കാതെ നേരെ ആന്റിയുടെ കടയിലേക്ക് വരും. റീനയ്ക്ക് കുട്ടികളുടെ വായിൽ നിന്നും പ്രശംസ കേട്ടിട്ട് വളരെ സന്തോഷമായി. കുട്ടികൾക്കായി മനസ്സിരുത്തി സ്നേഹത്തോടെ മുട്ട ഉണ്ടാക്കാൻ തുടങ്ങി. ഒരു ദിവസം റീന കട തുറക്കാൻ വന്നപ്പോൾ 4 പാടും ആൾക്കാർ ബഹളം വെച്ചുകൊണ്ട് പോവുകയാണ്. ആൾക്കാർ സ്വന്തം കടകളിൽ നിന്നും സാധനങ്ങൾ പുറത്തെടുക്കുകയായിരുന്നു. സഹോദര, എന്തുപറ്റി ഇത്രയും ബഹളം? എല്ലാവരും എന്തിനാണ് കടകളിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടുപോകുന്നത്? സഹോദരി, നിങ്ങളും നിങ്ങളുടെ സാധനങ്ങളെല്ലാം ഈ കടയിൽ നിന്നിറക്കൂ. നമുക്ക് ഈ കടകൾ വാടകയ്ക്ക് എന്ന കടക്കാരന്റെ ഇവിടത്തെ എല്ലാ കടകളും ഇല്ലീഗലാണത്രേ. അതെ, ഈ കടകളൊക്കെ ഗവൺമെന്റ് ഓഫീസർമാർ അടയ്ക്കാൻ വരികയാണത്രേ. ഇത് കേട്ടിട്ട് റീന തലയിൽ കൈവച്ചുപോയി. ഇപ്പോഴാണ് എല്ലാം ഒന്ന് ശരിയായി തുടങ്ങിയത്. ഇതിപ്പോൾ എന്തുപറ്റി? അവൾ മക്കളെ ഫോണിൽ വിളിച്ചു. 2 പേരും അമ്മയുടെ സഹായത്തിനായി വന്നു. 10 ദിവസമേ ആയിട്ടുള്ളൂ കടയുടെ വാടക കൊടുത്തിട്ട്. റീന നല്ല ആശങ്കയിലായിരുന്നു.
അവർ എങ്ങനെയെങ്കിലും കടയിലെ സാധനങ്ങളെല്ലാം എടുത്തു പുറത്തു കൊണ്ടുവന്നു. ഗവൺമെന്റ് ഒഫീഷ്യൽസ് വന്ന് കടകളിൽ പൂട്ടിട്ടു. ഈശ്വരന്റെ ആഗ്രഹം എന്താണെന്ന് അറിയില്ല. എപ്പോഴെങ്കിലും ഒരു നല്ല സമയം വരുമ്പോൾ തന്നെ ഒരു വലിയ പ്രശ്നവും പുറകെ വരും. അമ്മേ വിഷമിക്കണ്ട, നമ്മൾ നോക്കിക്കോളാം, എന്തെങ്കിലും നടക്കും. റീന തന്റെ 2 മക്കളോടൊപ്പം തിരിച്ച് ഫുട്പാത്തിൽ നേരത്തെ മുട്ടക്കട നടത്തിയിരുന്നിടത്ത് തന്നെ ജോലി തുടങ്ങി. ഇനി എന്ത് സംഭവിക്കുമെന്നുള്ള പേടിയുണ്ടായിരുന്നു. വീണ്ടും എങ്ങനെ ജോലി തുടങ്ങുമെന്ന് ഭയപ്പെട്ടു. പിന്നീട് റീനയ്ക്ക് വേറൊന്നും സംഭവിച്ചില്ല. അവളുടെ കൈപുണ്യം ആൾക്കാരെ അവളിലേക്ക് അടുപ്പിച്ചു. പതുക്കെ പതുക്കെ 1 വർഷം കടന്നുപോയി. റീന ഇപ്പോൾ നല്ല അവസ്ഥയിലായി. റീനയുടെ അടുത്ത് ഇപ്പോൾ കുറച്ച് നിക്ഷേപങ്ങളും ഉണ്ടായി. അതോടെ അവളുടെ ആത്മവിശ്വാസവും വർദ്ധിച്ചു. അവൾ ആ ജോലി മുന്നോട്ടു കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചു. രാഹുലിനെ തന്നെ പോലെ ഓംലെറ്റ് ഉണ്ടാക്കാനും പഠിപ്പിച്ചു. ഇപ്പോൾ അമ്മയും മകനും ചേർന്ന് 2 സ്ഥലങ്ങളിൽ കട നടത്താൻ തുടങ്ങി. 2ഇടങ്ങളിലെയും വരുമാനം കൊണ്ട് അവരുടെ അവസ്ഥ മെച്ചപ്പെട്ടു. അമിത്തിനൊരു നല്ല ഓഫീസിൽ ജോലിയും കിട്ടി. അങ്ങനെ ഒരു പാവപ്പെട്ട മുട്ടക്കാരിക്ക് കുട്ടികളുടെയും തന്റെയും ഭാവി സുരക്ഷിതമാക്കാൻ കഴിഞ്ഞു. Thanks for watching.